ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സൃഷ്ടിയിൽ തന്നെ വെളിപ്പെടാത്ത ചില കാര്യം ഇവിടെ കിടപ്പുണ്ടോ? നമ്മൾ ചോദിക്കും, കർത്താവ് പറഞ്ഞതല്ലേ കാര്യം നടക്കുന്നില്ലല്ലോ. സൃഷ്ടിച്ചു ഉറപ്പാ, പക്ഷേ അതെങ്ങനെ ഇരുന്നെന്താ? അപ്പോ ആ വിഷയം കയറിപ്പോകണം. ആമേൻ. നമ്മുടെ ഹൃദയത്തിൽ ഇറങ്ങിക്കോളും. ദൈവം പ്രവർത്തിച്ചു, പക്ഷെ ഇപ്പോഴും ശൂന്യത. ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും ചിലത് പാട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കുഴപ്പമൊന്നും അല്ല. സ്തോത്രം. ഇപ്പോഴും വാഴും ശൂന്യമായി വിളിച്ചിറക്കിയ സമയം മുതല് വാഴും ശൂന്യമായി ഇരിക്കുക. വാട്ട് ഈസ് ദ റീസൺ? എന്താണ് അതിന്റെ കാര്യം? സ്തോത്രം. എന്താണ് അതിന്റെ കാര്യം? അവിടെ എഴുതിയിരിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് കടന്നു വാ. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചം ഉണ്ടാവട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു. വാഴും ശൂന്യവുമായിരുന്ന പ്രതലം, വാഴും ശൂന്യവുമായിരുന്ന ഭൂമി, പരിശുദ്ധാത്മാവ് അതിന്മേൽ പോരുന്നാൻ തുടങ്ങി. യുദ്ധം ജയമെടുക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കട്ടെ. ഒരു വിടുതൽ നിനക്ക് വരുന്നതിന് മുൻപായി, ഒരു വിടുതൽ നീ ഏറ്റെടുക്കുന്നതിന് മുമ്പായി ഒന്ന് പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനോടെ നടക്കേണ്ടതുണ്ട്. ലേഖനത്തിൽ പറയുന്നുണ്ട്, ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തവരം നൽകണമെങ്കിൽ അവന്റെ ശക്തി ആ വിഷയത്തിൽ വ്യാപരിക്കണമെന്നാണ്. സ്തോത്രം. അവിടെ എഴുതി വെച്ചിരിക്കുന്ന വാക്യം ഇത്രയേ ഉള്ളൂ, പാഴുമായിരുന്നു, ശൂന്യവുമായിരുന്നു എന്ന് പകൽക്കാലം. പാഴായ ചില വിഷയത്തിൽ ദൈവാത്മാവ് കൂട്ടിക്കൊണ്ടു പോകാൻ ശൂന്യമായ ചില അവസ്ഥയിൽ, മാറ്റമില്ലാതെ തുടരുന്ന അവസ്ഥയിൽ പലതിനെ കുറിച്ച് നിലച്ച്, പലതിൽ വിലപിച്ച്, പലതിനും പൂർണ്ണത കാണാതെ പലപ്പോഴും ശൂന്യത അനുഭവിച്ച് നട്ടം തിരിയുന്ന ചില വിഷയത്തിൽ കോവിഡ് കരം ജ്വലിക്കാൻ പോവുകയാണ്. ജയമെടുക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കട്ടെ. പാഴായിരുന്നു കുടുംബങ്ങളിൽ ചിലത് പാട്, ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ചില പാഴ്ചകള്, ചിന്തിക്കുന്ന അവസ്ഥകൾ പലതും നമുക്ക് പൂർണ്ണമാകാതെ ചിലത് പാഴായി രക്തം ജയമെടുക്കട്ടെ, രക്തം ജയമെടുക്കട്ടെ. പകലിൽ പറയാ വിഷയം ഇതാണ്, ദൈവത്തിന്റെ സൃഷ്ടിപ്പിന്റെ മുകളിൽ പൂർണ്ണത വെളിപ്പെടാതെ വണ്ണം ഒരു പാളിച്ച അല്ലെങ്കിൽ ഒരു പരാജയത്തിന്റെ ഒരു ഇരുളിന്റെ ശക്തി വട്ടമിട്ട് നിൽക്കുക. ഇവിടെ ഇരുന്നപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ദേശത്ത് അന്ധകാരത്തിന്റെ നിഴലിട്ട് സകലത്തിനെയും മൂടി നിൽക്കുമ്പോൾ ഒരു മടങ്ങി വരവ് തന്റെ ജനത്തിന് ഉണ്ടാകട്ടെ. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. അപ്പോ അവിടെ ഒരു ആഴമുണ്ട്. ദൈവത്തിന്റെ സൃഷ്ടിപ്പിന്റെ മുൻപിൽ ചില ആഴങ്ങൾ ഇറങ്ങി ചെയ്യുവാൻ കഴിയാത്ത, പടുത്തുയർത്തുവാൻ കഴിയാത്ത, ഉദ്ധരിച്ചു പൊക്കിക്കൊണ്ടുവരുവാൻ കഴിയാത്ത, വിടുതൽ ഏറ്റെടുക്കുവാൻ കഴിയാത്ത, പലപ്പോഴും ഉദ്ധരിക്കുവാൻ കഴിയാത്ത ചില ആഴങ്ങൾ നിന്റെ കുടുംബ ബന്ധത്തിൽ, നിന്റെ അനുഭവത്തിൽ, നിന്റെ വിടുതലിന്മേൽ വ്യാപരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം നിന്നോട് ദൂതായി പറയുന്നു, നീ ഇങ്ങനെ ഇരുന്നാൽ പോരാ. ജയമെടുക്കട്ടെ. എങ്ങനെ ഇരിക്കണം, എങ്ങനെയാ ഇരിക്കേണ്ടത്? പരിശുദ്ധാത്മാവിൽ നീ ഒന്ന് ഇറങ്ങണം. ജയമെടുക്കട്ടെ. എങ്ങനെ വരും പരിശുദ്ധാത്മാവ്?
വരുന്നത് ക്ഷേമണിക്കട്ടെ. ആമേൻ. ആമേൻ. വാഴും ശൂന്യമായി ഇരുന്നതിന്റെ നമ്മൾ ചോദിക്കും, കർത്താവിന്റെ വാഗ്ദത്തം കൊണ്ട് കാര്യമൊന്നും നടക്കുന്നില്ല. വാഗ്ദത്തം വന്നിട്ടുണ്ട്, കേട്ടിട്ട് നാളായി, ലഭിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അവൻ ദൈവത്തെ അനുസരിച്ചതാണ്, രക്ഷ പ്രാപിച്ചതാണ്, വിശ്വസിച്ചതാണ്, അവന്റെ സ്നാനം ഏറ്റെടുത്തതാണ്, അവന്റെ കൃപയിൽ വന്നതാണ്. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം എന്റെ കുടുംബത്തിൽ നടന്നിട്ടില്ല. എന്റെ അവസ്ഥയിൽ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം നടക്കുന്നില്ല. അത് നിനക്ക് തിരിച്ചറിവുണ്ട്. യഥാർത്ഥമായ സ്വസ്ഥത നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുന്നില്ല. യഥാർത്ഥമായ അനുഭവത്തിന്റെ പൂർണ്ണത നിനക്ക് എത്തിയെടുക്കുവാൻ പറ്റുന്നില്ല. നിന്റെ അവസ്ഥയ്ക്ക് ഒരു ചുവട് സ്റ്റെപ്പ് നിനക്ക് മുമ്പോട്ട് കയറുവാൻ പറ്റുന്നില്ല. നിന്റെ വഴിക്ക് നിന്റെ തലമുറയുടെ ഉയർച്ചയ്ക്ക് ഒരു സ്റ്റെപ്പ് കയറുവാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ശേഷം 15-ാം അധ്യായം 21-ാം യേശു ഓടം വിട്ട് സീദോൻ എന്ന പ്രദേശത്തിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്തു നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്ക് ഉത്തരം പറഞ്ഞില്ല. അവളുടെ കരച്ചിന്റെ കുറവല്ല, അവിടെ ദൈവം ഒരു വാക്കും പറയാനോ. സീദോനിൽ നിന്ന് കടന്നു വരുന്ന സ്ത്രീക്ക് ഉണ്ടാകാം സാമാന്യത്തില് ചിന്തിച്ചാൽ അവൾ ജാതീയ സ്ത്രീയാണ്, അനാന്യ സ്ത്രീയാണ്. ദൈവഹിതമോ തൊട്ട് നീങ്ങിയിട്ടില്ല. അപ്പോ കർത്താവ് അവിടെ ഒരു വാക്കും വേണ്ടിയില്ല. കരയുന്നുണ്ട്. കർത്താവിന്റെ കൂടെ ശിക്ഷകളും വളരെ കൂടുതൽ ആൾക്കാരുമുണ്ട്, ശിഷ്യന്മാരുമുണ്ട്. പക്ഷേ ഇവിടെ കരച്ചിന് കർത്താവ് ഒരു മറുപടിയും കൊടുക്കുന്നില്ല. എന്താ കാര്യം? ഒരു വാക്കും അവൻ ഉത്തരം പറഞ്ഞില്ല. അവൻ അകത്തളത്തിൽ ഇവിടെ കുടുംബത്തിൽ ഭൂതോപദ്രവം അതികഠിനം, അതികഠിനമായ വിഷയം കുടുംബത്തിൽ. പല വാക്കുകൊണ്ട് കർത്താവിനെ മുഷിപ്പിച്ച വ്യക്തിയ കുടുംബത്തിൽ. ഒരു പ്രശ്നം വരുമ്പോൾ ലഘുവായിട്ട് പറഞ്ഞാൽ റാഹേലിന്റെ കയ്യിൽ വിഗ്രഹം ഉണ്ടെങ്കിലേ ലാഭം വരത്തുള്ളൂ. അനേക കെട്ടുകളുമായിട്ട് ഈ കനാന്യ സ്ത്രീ കുടുംബത്തിൽ വെച്ച് ഈ വിഷയത്തെ ഒതുക്കുവാൻ ശ്രമിച്ചു. മകളുടെ ഉപദ്രവം, മകളുടെ ദേഷ്യം, മകളുടെ കലഹം, മകളുടെ എതിര്, മകളുടേതായ വിഷയം മാറ്റാൻ ഒത്തിരി നമുക്കറിയാലോ. ജാതികൾ പോകും അതും ഇതൊക്കെ ചെയ്യുന്നു. ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്ത കൂട്ടത്തിലാണെന്നാ പറഞ്ഞത് കേട്ടോ. ചില വിഷയങ്ങൾ ചെയ്തിട്ടുണ്ട്, ചില കാര്യത്തിൽ കേട്ടോ. സ്തോത്രം. ഇപ്പൊ കനാന്യ സ്ത്രീക്ക് ഒറ്റ അറിവേ ഉള്ളൂ, എന്ത്? പ്രതികൂല ശക്തിയെ ചെറുക്കാൻ ബുദ്ധിയാൽ അവൾ ഒത്തിരി പ്രയോഗം നടത്തിയേച്ചു ആ പുറകെ രക്ഷിക്കണേ. പക്ഷേ അവളുടെ വാക്കും അവളുടെ പ്രവൃത്തി അവളെ ഉള്ളതുപോലെ അറിയുന്ന നാഥൻ ഒരു വാക്കും വേണ്ടിയില്ല. പുറകെ അവൾ ഇടിച്ചു നിലവിളിച്ചു വരുമ്പോൾ ഒരു വാക്കും വേണ്ടിയില്ല. ശിഷ്യന്മാർ ഇടപെടുന്നു. എന്താ ശിഷ്യന്മാർ ഇടപെട്ടത്? വാക്യം വായിച്ചേ. അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ. കർത്താവേ, ഇത് അലോക്യമായ ഒരു നിലവിളി. ജാതിയുടെ മുമ്പിൽ നമുക്ക് വെല്ലുവിളിയാ. നീ പ്രവർത്തിക്കുന്ന ദൈവമെങ്കില് വിടുതൽ ഇവിടെ കാണുന്നില്ലല്ലോ, നീ ഒന്നും മിണ്ടുന്നുമില്ലല്ലോ, ഇവിടെ പറഞ്ഞയക്കണമേ. ചില സഭകളുണ്ട്, ദൈവദാസന്മാരെ ഒഴിവാക്കി വിടും ശല്യങ്ങളൊക്കെ. നമ്മളൊന്നും ഈ കേസ് ഏറ്റെടുക്കുന്നുണ്ട്. ഗോത്രം കാരണം എന്നാ കഴിവില്ല.
ഭൂതത്തെ പിടിക്കാൻ കഴിവില്ല. സ്തോത്രം. അതുകൊണ്ട് പറഞ്ഞയക്കണമേ. എന്നോട് പോയോ? അവിടെ പോയില്ല. പോകാത്ത എന്താ? അവേ എല്ലാ പ്രയോഗത്തിലും അവൾ തോറ്റവള. എന്നാൽ സാധാരണ നടന്നുള്ള നിലവിളി പോലല്ല ഇവനിൽ കൂടെ ചില കാര്യം നടക്കുമെന്നുള്ള ഉറപ്പ്. ജയമെടുക്കട്ടെ. പകലിൽ ഇവിടെ ആയിരിക്കുന്ന ജനമേ, ദൈവത്തിന്റെ മഹാപ്രതിഫലമുള്ള നിന്റെ ധൈര്യം തള്ളിക്കളയാതെ ജയമെടുക്കട്ടെ. വാടകൾ എതിരെ തടുത്തു നിൽക്കുന്നു. പൊളിച്ചിട്ടിരിക്കുന്ന ചില രാജാക്കന്മാരുടെ അരമനകളെ പൊളിക്കത്തക്കവണ്ണം നീ പോരാടേണ്ടത് ആവശ്യമാണ്. ഒരു വാക്കും അവൻ കർത്താവ് മിണ്ടിയില്ല. എന്നാൽ ഹല്ലേലൂയ പറഞ്ഞയക്കണമേ എന്ന് ശിക്ഷിക്കണം വാദിക്കുമ്പോഴും ഇവൾ കരച്ചിൽ നിർത്തിയിട്ടില്ല. വിഷയത്തിന്റെ മുഖത്ത് സമ്പന്നം കാണുമ്പോൾ, ദൈവത്തിന്റെ ഹിതം വെളിപ്പെടാതിരിക്കുമ്പോ, ദൈവത്തിന്റെ വിടുതൽ നിനക്ക് ലഭിക്കാതിരിക്കുമ്പോ നീ പിൻപറ്റുന്ന വിഷയത്തിൽ മടി കാണിക്കരുത്. ജയമെടുക്കട്ടെ. അടുത്ത പോയിന്റിൽ എന്താ പറയുന്നത്? സ്തോത്രം. സ്തോത്രം. ജാതി വ്യത്യാസം പറയും അവിടെ കർത്താവ്. സ്തോത്രം. നമ്മളാണെങ്കിൽ എന്ത് പറയും? അവരുടെ ദൈവം അവർക്ക് വേണ്ടിയേ പ്രവർത്തിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇവനോട് കരഞ്ഞിട്ടും പുറകെ വന്നിട്ടും കാര്യമില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഈ സ്ത്രീ അവന്റെ വാക്ക് കേട്ടവനോട് ഇടറിയില്ല, പിറുപിറുത്തില്ല, പകച്ചില്ല, കോപിച്ചില്ല, എതിരിട്ടില്ല. നീ എന്തുകൊണ്ട് ഇങ്ങനെ ആയിരിക്കുന്നെന്ന് ചോദിച്ചില്ല. പിന്നെയോ വിശ്വാസത്തിന്റെ സ്ഥിരതയും ഉറപ്പും പ്രാപിച്ച വ്യക്തി പിറുപിറുക്കത്തില്ല. ഏറ്റവും ജയമെടുക്കട്ടെ. ഏറ്റവും ജയമെടുക്കട്ടെ. നമുക്കറിയാമല്ലോ, ചാപ്റ്റർ 6-11 പറയുന്ന ഒരു വാക്യമുണ്ട്. ഈ വാക്യം വിട്ടുകളയല്ലേ, ദൈവാത്മാവ് കേട്ടിക്കൊണ്ടുവരിക. സ്തോത്രം. 6:11 ഒറ്റയ്ക്ക് നിന്ന് ഗോതമ്പ് മിഥ്യാനിയുടെ കയ്യിൽ പെടരുതെന്ന് വാദിച്ച് ഒറ്റയ്ക്ക് ദൈവവുമായി ഉടമ്പടി ചെയ്ത് ദൂതനെ ഇറക്കിയ ഭക്തൻ. എന്താണ്? ഒറ്റയ്ക്ക് നിന്ന് പോരാടണം. വിഷയത്തിന്റെ മുഖത്ത് ഒറ്റയ്ക്ക് നിന്ന് ഇതേ സ്വഭാവം ഗുണമുള്ളവനാ. ഒറ്റയ്ക്ക് മേടിച്ച് ദൂതനെ ഇറക്കി. എങ്കിലും സംശയമുള്ളിൽ ഒരു വെൽക്കം സ്പീച്ചാണ് അവിടെ ദൂതം കൊടുക്കുന്നത്. എന്താ? അല്ലയോ പരാക്രമശാലിയേ, ദൈവം നിന്നോട് കൂടെയുണ്ട്. ഇതിലവൻ അടങ്ങിയോ? ശക്തമായി മെതിക്കുന്നവൻ, ഒറ്റയ്ക്ക് നിന്ന് മെതിക്കുന്നവൻ, ഗോതമ്പ് മിഥ്യാനിയുടെ കയ്യിൽ പെടരുത്, പെട്ടിക്കുന്നതിനെ ഓർത്ത് മെതിക്കുന്നവൻ, വിട്ടുകൊടുക്കയില്ലെന്ന വാദമുള്ളവൻ, ഏറ്റെടുക്കുവാൻ തയ്യാറുള്ളവൻ, നഷ്ടത്തിലിരിക്കുവാൻ മനസ്സില്ലെന്ന് പറയുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെ തന്നെയാ. ഗോതമ്പ് മിഥ്യാനിയുടെ കയ്യിൽ പെടരുത്, കിടക്കുന്ന വിഷയത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നിന്ന് ജാഗരിക്കുന്നവനാണ് ഗിദെയോൻ. പക്ഷെ അവന്റെ ഉള്ളിൽ ചില ചോദ്യം ഇരിപ്പുണ്ടെങ്കിൽ എന്ത്? ഗിദെയോൻ അവനോട്, അയ്യോ യജമാനെ, യഹോവ നമ്മളോട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെയും ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നെന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെ എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചു. 3 പോയിന്റ് അവൻ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന്, ഒരു അയ്യമ്പളിയിൽ നിൽക്കുന്ന ഭക്തൻ.
അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെയുണ്ടെങ്കിൽ ഇതൊക്കെയും ഭവിക്കുന്നത് എന്ത്? ഭവിച്ച ചില വിഷയങ്ങൾ, വേദനിക്കുന്ന ചില അനുഭവങ്ങൾ, തടസ്സപ്പെട്ട് നടക്കുന്ന ആരോപണങ്ങൾ, എതിരിട്ട് വാദിച്ച് മല്ലുപിടിക്കുന്ന ചില വിഷയങ്ങൾ, അനുഭവിക്കേണ്ട മടിയിൽ വരേണ്ട അളവിനെ തടസ്സപ്പെടുത്തിയ കാര്യങ്ങൾ, അതിന്റെ നടുവിൽ ഇവൻ ചോദിക്കുക, ഇത് ഭവിക്കുന്നത് എന്ത്? ശക്തിയോടെ മതിച്ച് ദൂതനെ ഇറങ്ങി ഒറ്റയ്ക്ക് നിൽക്കുന്ന ഈ ഭക്തന്, ദൂതൻ ഇറങ്ങിയിട്ടും അവന് പോരാ. ഇല്ലയോ സംശയം? സംശയം എന്താ സംശയം? അവൻ ഇപ്പോൾ ഭവിക്കുന്നത് എന്ത്? ഭവിച്ചു. രണ്ടാമത്തെ കാര്യം, അത്ഭുതം എവിടെ? പിതാക്കന്മാർ നമ്മോട് അറിയിച്ച അത്ഭുതം എവിടെ? അനേകരെന്നെ വിളിക്കാറുണ്ട്, ജോലിക്ക് ദോഷകരനുള്ളവര് വിദേശ രാജ്യങ്ങൾ ഇവിടെ ഇരുന്നവരാണ് കുഴപ്പമൊന്നും. വിദേശ രാജ്യങ്ങൾ ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? അവൻ ജോലിക്ക് സ്ഥിരത കിട്ടുമോ? ജോലി കിട്ടുമോ? കമ്പനി പുറത്താക്കി, ഇപ്പൊ വർക്കില്ല. സ്തോത്രം. ആമേ, നീ വിശ്വസ്തനെങ്കിൽ ദൈവത്തിന് ഒരു നിമിഷം. ആമേ, അയ്യോ യജമാനനെ, ഇതൊക്കെയും ഭവിക്കുന്നതെന്ന് യഹോവ ഇപ്പോൾ നമ്മെ ഉപേക്ഷിച്ചു. ആമേ, നമുക്കുള്ളതിനെ നഷ്ടമാക്കി. നമ്മുടെ മേൽ അത്ഭുതമില്ലല്ലോ, നമ്മുടെ പിതാക്കന്മാരോട് കൽപ്പിച്ചതൊന്നും ഇല്ലല്ലോ. ആമേ, യഹോവ നമ്മളെ ഉപേക്ഷിച്ചെന്ന് വരെ ഇവർ പറഞ്ഞു ഒപ്പിച്ചത്. സ്തോത്രം. ഭക്തനല്ലേ നമ്മൾ? ഭക്തരാ. ദൈവത്തെ ആലോചന കേട്ട് അനുസരിക്കുന്നവരുമാണ്, ദൈവഹിതത്തിന് ഓടുന്നവരാ, ദൈവീയ വിഷയത്തിന് തീഷ്ണതയുള്ളവരാ, എരിവുള്ളവരാ. എന്നാൽ നമുക്കറിയാം യേശു, ആമേൻ, ഹല്ലേലൂയ, ഇങ്ങോട്ട് മാറിപ്പോകുന്ന ശിഷ്യന്മാര് യേശു മരിച്ചതിന് ശേഷം ആമേൻ രണ്ടുപേര് ചേർന്ന് എമ്മൂസിലേക്ക് വഴി പോയല്ലോ. നമുക്കറിയാം ചരിത്രം. കർത്താവ് ചേർന്ന് നടന്നു. അവരെ തിരിച്ചറിയാതെ കർത്താവ് അവരുടെ മുഖത്തെ അടച്ചിരുന്നു, കണ്ണുകളെ നിരോധിച്ചിരുന്നു. വായിക്കുന്നു. പക്ഷേ അവർ വിടുതൽ പ്രാപിക്കാൻ കാര്യം 7 നാഴിക ദൂരം എന്ന് പറഞ്ഞാൽ മൈലുകൾ താണ്ടി അവർ ചെന്ന. അങ്ങനെ ഈ കർത്താവ് ഇവരോട് കൂടെ ചേർന്ന് നടന്ന മറ്റൊരുവനെ പോലെ വചനം തെളിയിച്ചുകൊണ്ട് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഉള്ളു കത്തിയെന്ന്. അവൻ കത്തണമെങ്കിൽ അവർ ചെയ്യാൻ ചവർ കൂടിയിട്ടില്ലേ? ഈ ലോകത്തിന്റെ അവിശ്വാസം, നിരാശയും സമ്പണവും ശൂന്യതയും കഷ്ടവും ഞെരുക്കവും സങ്കടവും ഉഴച്ചയും നിന്റെ ഹൃദയത്തിൽ പിടിവെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ വചനത്തിന്റെ മുമ്പാകെ പറ, ഇല്ല കർത്താവേ, നിന്റെ വാക്കിൽ ഞാൻ വിശ്വസിക്കുക, ഞാൻ അതിനുവേണ്ടി കാത്തു നിൽക്കുക, അതായത് ഞാൻ സവിഷ്ണതയോടെ നിൽക്കുക. കർത്താവേ, നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. കർത്താവാണെന്ന് അവർക്ക് മനസ്സിലാകുന്നതിന് മുമ്പ് അവനെ കർത്താവിനെ ആ സ്ഥലത്ത് എത്തിയതിനു ശേഷം എമ്മൂസിൽ ചെന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നീ ഇന്ന് ഞങ്ങളോടുകൂടെ രാവാർക്കുന്നു. അങ്ങനെ കർത്താവ് അപ്പം നോക്കി കൊടുത്ത് അവർക്ക് മറഞ്ഞെന്ന എനിക്ക് പറയട്ടെ. സ്തോത്രം. പക്ഷേ ഇത്രയും നടന്ന് ക്ഷീണിച്ച് വഴിയടങ്ങി വരുന്ന ഈ ഭക്തന്മാര് ഇത്രയുമായി തമ്മിലാണെങ്കിൽ നമുക്ക് വാങ്ങുന്നില്ല. ലോകസിനെ പോകാനൊക്കെ എല്ലാവർക്കും മടിയ വാഹനമില്ല, നമ്മുടെ ഇറങ്ങിയിട്ടില്ല അല്ലേ? ഞങ്ങൾ 10-14 വർഷമായിട്ട് വാഹനം സ്ഥിരമാണ്. ഞങ്ങൾക്ക് വാഹനമില്ലാതെ ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. സ്വതന്ത്രം. അതുകൊണ്ട് വാഹനമില്ലാതെ നമുക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അന്ന കാലത്ത് വാഹനം ഉണ്ടോ? വല്ല കുതിരയും കാണും, അല്ലേ? കഴുതയും കാണും. പക്ഷെ ഈ ശിഷ്യന്മാര് പാവങ്ങൾ അതുങ്ങൾക്കൊന്നുമില്ല. അവർ 7 നാഴിക ദൂരം എന്ന് പറഞ്ഞ 14 കിലോമീറ്റർ അവരെ എത്തിയത് നടന്നു പോവുക. അവിടെ ചെന്നവരെ ആമേൻ അപ്പം നുറുക്കി കൊടുത്ത് കർത്താവ് മറച്ചു. പക്ഷേ ആമേൻ അവരുടെ ഉള്ളിൽ കത്തിയ തിരുവഴുത്ത് കർത്താവ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആമേൻ, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ആമേൻ
കർത്താവ് ഉള്ളിൽ കത്തിച്ചു. എന്ത്? അവരുടെ ഉള്ളിലെ അവിശ്വാസത്തെ അവൻ കത്തിച്ചു. വചനത്തിന്റെ വെളിപ്പാടിൽ അവരുടെ ഉള്ളിൽ നിറച്ചു. അപ്പോൾ അവിടെ കിടന്നുറങ്ങാനോ വിശ്രമിക്കാനോ വെയിറ്റ് ചെയ്യാൻ പിന്നീട് പോകാമെന്ന് അവൻ എഴുന്നേറ്റു. എങ്ങോട്ട്? എത്ര ദൂരം നടന്നോ അവിടം വരെ അവര് തിരിച്ചു വന്നു. നീയും ഞാനും സേവിക്കുന്ന ദൈവം ഇഷ്ടതയുള്ള ദൈവമാണ്. അവൻ എരിയുന്ന ദൈവമാണ്. അലസതയുടെ മുമ്പിൽ അവനൊന്നും പ്രവർത്തിക്കത്തില്ല. പിന്നെ ആവട്ടെ എന്ന് വെച്ചാൽ അവനൊന്നും പ്രവർത്തിക്കത്തില്ല. ഇനി നമ്മുടെ സൗകര്യം പോലെ ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് വെച്ചാൽ അവനൊന്നും ചെയ്യത്തില്ല. പിന്നെ അവൻ ചെയ്യുന്നത് എപ്പോഴാണ്? വചനം കേട്ടപ്പോൾ അവർ എഴുന്നേറ്റു. ദൈവം പ്രവർത്തിക്കുന്നത് ആർക്കു വേണ്ടിയാ? എവിടെ മടങ്ങി വരണമോ അവിടെ മടങ്ങി വരുമ്പോ എന്തിനെ പ്രതീക്ഷിച്ച് നീ പോയോ ആ ലക്ഷ്യത്തിൽ നിന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ വിളിയിലേക്ക് നീ മടങ്ങി വരുമ്പോ യുദ്ധം ജയമെടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കട്ടെ. അവർ അവൻ മടങ്ങി യെരൂശലേമിൽ വന്നപ്പോൾ കർത്താവ് അവരുടെ നടുവിലുണ്ടെന്ന്. സുവിശേഷം 24 എടുക്കണ്ട, 13 തൊട്ടാണ് ഞാൻ ഈ വായിച്ച് പറയുന്നത്. സ്തോത്രം. കർത്താവ് അവിടെ നടുവിലുണ്ട്. പക്ഷെ നമുക്ക് ചില വിശ്വാസികളുണ്ട്. എന്താണെന്നറിയാമോ? എങ്ങനെയാണെന്നറിയാമോ? ഇനി നിർത്തി പറയുന്നതിന്റെ കാര്യം ആത്മാവിൽ ആരാധിപ്പിക്കാൻ ഒത്തിരി വിഷയമുണ്ട്, പറയാം. ചിലത് നിങ്ങളെ അരക്കിട്ടൊന്ന് ഉറപ്പിക്കുക. വചനം സ്തോത്രം. ദൈവവചനത്തിൽ മർക്കോസ് സുവിശേഷത്തിൽ എടുക്കണ്ട, ഞാൻ പെട്ടെന്ന് പറയാം. ഒരു ബാല്യക്കാരൻ പുതപ്പ് ഉതച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. ചിലർ അവനെ പിടിച്ചു. അവൻ പുതപ്പ് വിട്ട് നഗ്നനായി ഓടിപ്പോയി. ബാല്യക്കാരനാ, വിശ്വാസിയാ, കർത്താവിന്റെ പിന്നാലെ നടക്കുന്നവനാ. പുതപ്പുണ്ട്, വിശ്വാസമുണ്ട്, കർത്താവിനെ അനുഗമിക്കുന്ന കൂട്ടത്തിലുണ്ടവനാ. കർത്താവ് നോക്കുമ്പോ ഉണ്ടവനാ. പക്ഷെ കർത്താവ് അവന്റെ ഹൃദയത്തിലോട്ടൊന്ന് നോക്കി. ചിലർ അവനെ പിടിച്ചു. ആരാ പിടുത്തക്കാരൻ? തൊഴിലില്ലായ്മയായിരിക്കാം, കടഭാരമായിരിക്കാം, ചില രോഗമായിരിക്കാം, ചില പ്രശ്നങ്ങളായിരിക്കാം. ചിലർ അവനെ പിടിച്ചു. പിടുത്തം കിട്ടിയത് എവിടെയാ? തപ്പേല, വിശ്വാസത്തില്. ആമേൻ. അവൻ വിശ്വാസിയായി കർത്താവിനെ അനുഗമിക്കുന്ന കൂട്ടത്തില. പക്ഷെ പിടിച്ചത് അവന്റെ പ്രശ്നങ്ങളെല്ല. പക്ഷെ അവൻ എന്ത് ചെയ്ത? പുതപ്പൊന്ന് വിട്ടുകൊടുത്തു. അവൻ നഗ്നനായി ഓടിപ്പോയി. വിഷയത്തിന്റെ മുഖത്ത് വിടുതലില്ല എങ്കിൽ നിന്റെ വിശ്വാസത്തെ നീ തെറ്റിക്കരുത്. ആമേ. നിന്റെ അനുഭവത്തെക്കാൾ വലുതാണ് നിന്റെ വിശ്വാസം. ആമേ. നിന്റെ പ്രതികൂലത്തെക്കാൾ വലുതാണ് നിന്റെ വിശ്വാസം. ആമേ. അതിനുള്ള ഉറപ്പത്ര ദൈവപ്രവൃത്തി നിനക്ക് സാധ്യമായി വരുന്നത്. ആമേ. അവൻ നഗ്നനായി ഓടിപ്പോയി. അവൻ പോയി ലജ്ജിക്കപ്പെട്ടെന്നാണ് നഗ്നനായി. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ചില വിഷയങ്ങളിൽ ആഴമായി നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. വചനത്തിൽ നീ ഉറയ്ക്ക്. ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ തേടി വരുമെന്ന്. ഈ സ്ത്രീ കനാന്യ സ്ത്രീയാണല്ലോ നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ കനാന്യ സ്ത്രീക്ക് കാണാതെ പോയ ആളുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞത് കർത്താവ്. ശിഷ്യന്മാരല്ല. ആണോ? ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അത് പോയത്. പക്ഷേ ശിഷ്യന്മാരും പറഞ്ഞില്ല, ജനവും പറഞ്ഞില്ല. 5000 10,000 പുരുഷാരം കർത്താവിന്റെ കൂടെ ഇല്ലേ? അവരുടെ ഇടയിൽ കൂടെ തല്ലിയലച്ച് നിലവിളിച്ച് നാണമില്ലാതെ വരുന്ന ഈ സ്ത്രീയുടെ അലോക്യ വിഷയം കണ്ടിട്ടാ ശിഷ്യന്മാർ പറഞ്ഞയക്കണേ അല്ലേ? ആമേ. ചിലരുടെ കരച്ചിൽ നമുക്ക് അലോരസം വരുത്തും. എന്നാലും കർത്താവ് കൂടെ ഒരു പോയിന്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നെ നിന്റെ അടുക്കലല്ല അയച്ചത്, എന്റെ ജാതിയുടെ അടുക്കലാണ്.
ജാതി വ്യത്യാസം കർത്താവോട് പറയാ. കാണാതെ പോയ അന്നേരം ഇവിടെ എന്ത് ചെയ്തു? ആമേൻ. അവളെന്ത് ചെയ്തു? വായിച്ചേ. യേശുവിന്റെ നാമത്തിൽ വായിക്കേ. എന്നാൽ അവൾ വന്ന് കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞതിന് അവനെ നമസ്കരിച്ചു. അവൾ ഏതോ നിലക്കാരനെ നമസ്കരിക്കാൻ പോയില്ല. അവൻ ഈ ഘോഷയാത്രയുടെ ലീഡർ ആരെന്ന് അവൾ അന്വേഷിച്ചില്ല. ആരെ കൊണ്ട് പറയിപ്പിച്ചാൽ ഇവൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കുമെന്ന് അവൾ നോക്കിയില്ല. ശിഷ്യന്മാരില്ലേ? ആയിരക്കണക്കിന് പുരുഷാരമില്ലേ? മറിയമാരൊക്കെ കൂട്ടത്തിലില്ലേ? ഉണ്ട്. സ്തോത്രം. പക്ഷേ അവൾ വന്ന് കർത്താവിനെ നമസ്കരിച്ചു. അവൾ വന്ന് കർത്താവിനെ നമസ്കരിക്കുക. എന്നാൽ കർത്താവ് വീണ്ടും അവളെ റിജക്ട് ചെയ്യുക. എങ്ങനെയാ? അവരോ മക്കളുടെ ഒപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് കണ്ടോ? എത്ര വലിയ റിജക്ഷൻ ആണ് പറയുന്നത്. മക്കളുടെ അപ്പമാണ് ഇത്, നായ്ക്കുട്ടിക്ക് തരാൻ വ്യവസ്ഥയില്ല എന്ന് പറഞ്ഞാൽ നിന്റെ പിതാക്കന്മാർ അകൃത്യം ചെയ്ത പട്ടിയെ പോലുള്ള സ്വഭാവമുള്ളവരായിരുന്നു. അവരുടെ മകളായ നിനക്ക് ഞാനിത് തരത്തില്ല. പിതാവിന്റെ അകൃത്യം വരെ കർത്താവ് അവിടെ അവളെ ഓർപ്പിക്കുക. അപ്പോഴവളൊരു കാര്യം എന്താ പറഞ്ഞത്? അതേ കർത്താവേ, ഞാൻ സമ്മതിക്കുക കർത്താവേ. നായ്ക്കുട്ടികൾ ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പമുറുക്ക് ഭക്ഷിക്കുന്നു. സ്തോത്രം. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കട്ടെ. ഇന്ന് പകൽക്കാലം നിന്റെ വിശ്വാസത്തിന്റെ തീഷ്ണതയെ അളക്കുന്ന ചില പോയിന്റുകൾ കർത്താവ് നിനക്ക് തന്നിരിക്കും. എന്നാൽ വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വെളിപ്പെടുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ നിന്റെ കുടുംബത്തിൽ പരിവർത്തിക്കാൻ ഉണ്ടെന്ന് ഏറ്റവും ജയമെടുക്കട്ടെ. ഏറ്റവും ജയമെടുക്കട്ടെ. ഏറ്റവും ജയമെടുക്കട്ടെ. നിന്റെ വിശ്വാസം വലിയതാണ്. ലോകക്കാർക്ക് പലതും വലുതായിരിക്കുമ്പോൾ എന്നിലുള്ള നിന്റെ വിശ്വാസത്തിന്റെ തീഷ്ണത ഞാൻ അറിയുന്നു. നിന്റെ വിശ്വാസം വലിയത്. അവനിലുള്ള നിന്റെ വിശ്വാസത്തിന് വലിപ്പമുണ്ടോ? നീ സഹിക്കുന്ന അവഗണനയുടെ മുമ്പില്, നിന്റെ അനുഭവം പാളിപ്പോയതിന്റെ മുമ്പില്, നിന്റെ സ്ഥിരത നഷ്ടപ്പെടാത്തതിന്റെ മുമ്പില്, ഒരു പൂർണ്ണതയ്ക്ക് നീ ആഗ്രഹിക്കുമ്പോ ഇന്ന് ചെയ്യാത്ത ചില അളവുകൾ എന്റെ ജീവിതത്തിൽ കടന്നു വരുന്നു എന്ന് നീ വേദനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചോദിക്കുക, സ്ത്രീയെ, വിശ്വാസത്തിന്റെ വലിപ്പത്തിന് വേണ്ടി നീ എന്തു കൊടുത്തു? ചെയ്യപ്പെടുകട്ടെ. നിന്റെ വിശ്വാസം വലിയത്. നമുക്ക് ചോദിക്കാം. സ്തോത്രം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിന്റെ മുമ്പില് എന്തുകൊണ്ട് ശൂന്യത വെളിപ്പെട്ടു? സ്തോത്രം. എന്തുകൊണ്ട് ശൂന്യത വെളിപ്പെട്ടു? അവൻ വില്ലു ചെയ്യുന്നതിന് മുമ്പായി, ആവശ്യം നടക്കുന്നതിന് മുമ്പായി, ആഗ്രഹത്തെ സാധിപ്പിക്കുന്നതിന് മുമ്പായി ചില ഗ്യാപ്പ് ഇടുന്നത് എന്തിനാണെന്നറിയാമോ?
പുതിയൊരു പർപ്പസിലേക്ക് നിന്റെ ദൈവത്തിന് കൊണ്ടുപോകാം. പുതിയ പദ്ധതി നിന്റെ മുമ്പിൽ ഒരുക്കിയിട്ട്, പുതിയ വഴി നിന്റെ മുമ്പിൽ ദൈവം ഒരുക്കിയിട്ട്, പുതിയ അനുഭവത്തിലേക്ക് നിന്നെ കാലുറപ്പിക്കുവാൻ അത്രേ തടസ്സമാണ് നിന്റെ ജീവിതത്തിൽ തരുന്നത്. ഒരു അനുഭവത്തിൽ നിന്ന് പൂർണ്ണതയുള്ള ഒരു അനുഭവത്തിലേക്ക്, തികമാകാത്ത ഒരു വഴിയിൽ നിന്ന് ശുഭമാകുന്ന ഒരു വഴിയിലേക്ക് കോവിഡ് ആത്മാവ് നിന്നെ എത്തിക്കുവാൻ പുതിയ ആണ്ടുവട്ടം പദ്ധതിയിട്ടിരിക്കുക. എന്നാൽ തടഞ്ഞതും തടുത്തതും തരികയില്ലെന്ന് വാദിച്ചതും അതിന്റെ മുമ്പിൽ വിഘടിച്ചു നിൽക്കുന്ന രണ്ട് പുകയുന്ന മുറിക്കൊള്ളി ഉണ്ടെന്ന് കോവിഡ് ആത്മാവ് അറിയിക്കട്ടെ. ഏറ്റവും ക്ഷേമടിക്കട്ടെ, ഏറ്റവും ക്ഷേമടിക്കട്ടെ. യേശുവിന്റെ നാമത്തിലാണ് അവിടെ വചനം 7:7. യെശയ്യാ പ്രവചനം 7:7. പുകയുന്ന രണ്ട് മുറിക്കൊള്ളി നിമിത്തം നിന്റെ ധൈര്യം ക്ഷയിച്ചു പോകരുത്. ആയിരിക്കുന്ന മണ്ഡലത്തിൽ പുകയുന്ന രണ്ട് മുറിക്കൊള്ളിയതേ ഉണ്ട്. ഒരു വാക്കിന്ന് സാക്ഷിച്ചിട്ടേ ഇവിടുന്ന് പോകാവൂ. സ്തോത്രം. ഒരു വാക്ക് സാക്ഷിച്ചിട്ടേ പോകാത്തോണ്ട് ആമേ പറഞ്ഞത് വല്ല സത്യമുണ്ടോ? സ്തോത്രം. എന്നാൽ ആമേ നീ സൂക്ഷിച്ചുകൊള്ളുക, നീ സൂക്ഷിച്ച് സാവധാനമായിരിക്കുക. പുകയുന്ന രണ്ട് മുറിക്കൊള്ളിയെ നീ ഭയപ്പെടണ്ട. ആമേനെ കോവിഡക്കാരൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാം. അത്ഭുതം ചെയ്യാൻ പോകുക. അടഞ്ഞു വെച്ചത് തരുവാൻ. ഉദ്ധരിക്കപ്പെടുകയില്ലെന്ന് പറഞ്ഞ വിഷയത്തിന്റെ നടുവില് ഒരു പൂർണ്ണത വിളിച്ചു വരുത്തുന്ന ദൈവം പിന്നാലെ ഉണ്ട്. അനുഭവത്തെ കോവിഡ് ആത്മാവ് തട്ടി തുറക്കാൻ